സ്കിൻ നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന മുൾട്ടാനി മിട്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു പാക്ക് പരിചയപ്പെട്ടാലോ? വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാനായിട്ട്. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കാനും ഉപയോഗിക്കാനും നോക്കാം. നമ്മുടെ ഈ ഒരു ഫേസ് ക്ലെൻസ് ചെയ്യാനും അതുപോലെ ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന പാക്കിന് വേണ്ടിയിട്ട് ഞാൻ മുൾട്ടാനി മിട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. മുൾട്ടാനി മിട്ടി ഏകദേശം നമ്മുടെ ഈ ഒരു സ്പൂണിന് ഒരു 1-1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 സ്പൂൺ എടുക്കാം. ഫേസിന് ഒരു തവണ യൂസ് ചെയ്യാനുള്ളത്ര മാത്രം എടുക്കുക. അടുത്തതായിട്ട് തേനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് മിക്സ് ആക്കാൻ ആവശ്യമായ അളവിലുള്ള തേൻ എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതെടുത്തോളുക. ആവശ്യത്തിന് പാലെടുക്കാം. അപ്പം ഞാനിതാ ഇവിടെ നമ്മുടെ മുൾട്ടാനി മിട്ടി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. മുൾട്ടാനി മിട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, ആക്നെ, പിമ്പിൾസ് തുടങ്ങിയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ മാർക്കുകൾ വരുന്നത് തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചർമ്മത്തിൽ അമിതമായിട്ട് എണ്ണയുണ്ടെങ്കിൽ, അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്ത് ചർമ്മം നല്ല സോഫ്റ്റ് ആക്കി വെക്കാനായിട്ട് മുൾട്ടാനി മിട്ടി സഹായിക്കും. മുൾട്ടാനി മിട്ടിയിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ നമ്മുടെ ചർമ്മം നല്ല നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാൻ സഹായിക്കും. അതുപോലെ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട്, പിമ്പിൾ കുറയ്ക്കാനായിട്ട് ഒക്കെ വളരെ നല്ലതാണ് മഞ്ഞൾ. മഞ്ഞൾ ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ നിറയെ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ ചേർക്കുന്ന വേറൊന്നിനല്ല, നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ തേൻ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം. പാലിന് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇതൊരു നല്ല പേസ്റ്റ് ആകുന്നത് വരെ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പാല് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പാല് നല്ല ഒരു ടോണറാണ്. ശരിക്കും നമ്മുടെ ഫേസിൽ നല്ലൊരു ടോണറായിട്ട് പ്രവർത്തിക്കും. മാത്രമല്ല പാല് നമ്മുടെ ചർമ്മത്തിൻ്റെ സുഷിരങ്ങളിൽ അടിഞ്ഞു കൂടുകയില്ല. അപ്പോൾ നമുക്ക് ഇനിയും പാൽ ആവശ്യമുണ്ട്. കട്ടയൊന്നും കൂടാതെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് കിട്ടുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കാം. നല്ലോണം നമ്മുടെ ചർമ്മം ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സൂപ്പറായിട്ടുള്ള പാക്കാണിത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് തിക്കും ആക്കണ്ട, അതുപോലെ തന്നെ ഒരുപാട് ലൂസും ആക്കണ്ട. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ പാക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ളത്. ഇങ്ങനെയൊന്നും കാണിച്ചാലൊന്നും ചാടി വരില്ലാത്ത അത്രയും തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ്. ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ കൈ വെച്ചിട്ട് എൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ എൻ്റെ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ണിന് താഴെയുള്ള ആ ഒരു പോർഷൻ മാത്രം വിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാം അങ്ങനെ കണ്ണിന് താഴെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സിൽ താഴെ വെക്കുക. അതായത് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ വെക്കുക. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കിത് സാധാരണ വെള്ളത്തിൽ കഴുകി മാറ്റാം. ഫേസ് വാഷോ സോപ്പോ ഒന്നും തന്നെ ഫേസിൽ അന്നേരം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് കൂളാകാനായിട്ട്, നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാനായിട്ട്, സ്കിന്നിൻ്റെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുൻപ് മസ്റ്റായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് എൻ്റെ സ്കിന്നിനെ പോലെ തന്നെ സ്യൂട്ട് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. നല്ല ഒരു പാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.